സ്കോട്ടിഷ് മല്ലു ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു കെയിലേക്ക് വരുന്ന ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഉള്ള അവരുടെ ഒരു സങ്കടമാണ്. എന്ത് ജോലി ചെയ്യും, എന്തൊക്കെ ജോലികളാണ് കിട്ടാൻ എളുപ്പം, ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് പാർട്ട് ടൈം ആയിട്ട് സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിപ്പെൻഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും നേഴ്സുമാർ അവരുടെ ഹസ്ബൻഡിനെ കൊണ്ടുവരുമ്പോഴാണെങ്കിലും ജോലി കിട്ടാൻ എളുപ്പമുള്ള എവിടെയാണ്, എന്തൊക്കെയാണ്. അപ്പൊ പിള്ളേർ കൂട്ടത്തിലുണ്ടെങ്കിൽ വൈഫിനും ആഴ്ചയിൽ 4 ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ രണ്ടുപേരും ഡ്യൂട്ടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഹസ്ബൻഡ് എങ്ങനെ, രണ്ടുപേരും കൂടെ എങ്ങനെ ജോലിക്ക് പോകും? ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. യു കെയിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, നാട്ടിൽ നിന്ന് വരുമ്പം ഒത്തിരി ലാംഗ്വേജ് റിക്വയർമെന്റ്സ്, എന്നാലും ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവണം. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് കിട്ടുന്നല്ല ഞാൻ പറയുന്നത്. കിട്ടാൻ സാധ്യതയുള്ള ജോലികളാണ്. ഒന്ന് കെയർ ഹോം ജോലി, കെയർ ഹോമിൽ കെയർ അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാം. രണ്ടാമത്തെ വെയർ ഹൗസിൽ നമുക്ക് ജോലി ചെയ്യാം. മൂന്നാമത്തെ മക്ഡൊണാൾഡ്സ്, KFC, ബർഗർ കിങ്, അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് ജോലി ചെയ്യാം. 4 ടേക്ക് അവേകളിൽ നമുക്ക് ജോലി ചെയ്യാം. 5 യു കെയിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലീഗലി ഡെലിവറി ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. യു കെ ലൈസൻസും ബിസിനസ് ഇൻഷുറൻസും ഉണ്ടെങ്കിൽ. എന്നാലും കുറച്ച് ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു ജോലിയുടെ ഓപ്ഷൻ കൂടിയുണ്ട്, പക്ഷെ അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ പറഞ്ഞതില് പിള്ളേരുടെ കൂടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി ജോബ്സ് ആണ്. അതായത് കെയർ ഹോമിലേക്കാണെങ്കിലും ഫാക്ടറികളിലേക്കാണെങ്കിലും ഏജൻസി ത്രൂ, മാൻ പവർ ഏജൻസികൾ വഴി സ്റ്റാഫിനെ വിടുന്നുണ്ട്. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കമ്പനിയിലെ ഡയറക്റ്റ് സ്റ്റാഫ് ആണെങ്കിൽ ആ കമ്പനി നമുക്ക് ആഴ്ചയിൽ 3, 4, 5 ഷിഫ്റ്റ് ഇടും. ആ ഷിഫ്റ്റ് നമ്മൾ കൃത്യമായിട്ട് അവർ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്ന് ജോലി ചെയ്യാന്നുള്ളതാണ് ഡയറക്റ്റ് സ്റ്റാഫിന്റെ ജോലി. അതേസമയം നമ്മളൊരു ഏജൻസി സ്റ്റാഫ് ആണെങ്കിൽ, നമ്മൾ ഏജൻസി വഴി രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ, നമുക്ക് നമ്മുടെ ഏജൻസികൾ നമ്മളെ വിളിച്ച് ചോദിക്കുക, നമ്മൾ ഇന്ന് അവൈലബിൾ ആണോ, നാളെ അവൈലബിൾ ആണോ, ക്യാൻ യു വർക്ക് ടുമാറോ നമ്മൾ പറയും നോ എന്ന് പറഞ്ഞാൽ, നമുക്ക് ചൈൽഡ് കെയർ ഉണ്ട്, നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ പിള്ളേരെ നമുക്ക് നോക്കണം, വൈഫിന് ഡ്യൂട്ടിയാണ്. അതിനുള്ളപ്പം നമുക്ക് പറയാം, ഞാൻ ഈ ആഴ്ചയിൽ ശനി ഞായർ മാത്രമേ അവൈലബിൾ ഉള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്ക് എൻ്റെ വൈഫിന് ജോലിയാണ്. അതിനുള്ള റീസൺ വെച്ച് നമുക്ക് റീസൺ പറയേണ്ട കാര്യമൊന്നുമില്ല. സാറ്റർഡേ സൺഡേ നമുക്ക് നമ്മുടെ ജോബ് നമുക്ക് ചൂസ് ചെയ്യാം ഏജൻസികൾ വഴി. പിന്നെ ഏജൻസികളിൽ ആണെങ്കിൽ സാലറിയും ഇച്ചിരി കൂടുതലുണ്ട്. ഏജൻസി സ്റ്റാഫായിട്ട് പോകുമ്പോൾ വേജസും ഇച്ചിരി കൂടുതലുണ്ട്. കെയർ അസിസ്റ്റന്റ് ആയിട്ടാണെങ്കിലും ഫാക്ടറികളിലാണെങ്കിലും ഏജൻസി ത്രൂ ജോലിക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ ഫാമിലി ലൈഫ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം, പിള്ളേരെ നോക്കാം, വൈഫിന് ജോലി ഇല്ലാത്ത ദിവസം, ജോലി ഓഫുള്ള ദിവസങ്ങളിൽ നോക്കി നമുക്ക് ജോലിക്ക് പോകാം. അങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഏജൻസി ജോബ് എന്ന് പറയുന്നത്. അപ്പം നാട്ടിൽ നിന്ന് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഫാമിലി ആയിട്ട് പ്രത്യേകിച്ചും വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വരുന്ന പാടെ NI നമ്പർ കിട്ടിക്കഴിയുമ്പോഴേ ഒരു ഏജൻസി ജോബിന് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്റ്റുഡന്റ് ഡിപ്പെൻഡ് ആയിട്ട് വരുന്നവർക്ക് ഒക്കെ ആണെങ്കിലും ജോലി കിട്ടാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ 4 ജോബുകൾ തന്നെയാണ്. അത് ഡയറക്റ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ ഫുൾ ടൈം അവൈലബിൾ ആണ്, ഡയറക്റ്റ് സ്റ്റാഫായിട്ട് കയറാം. പിന്നെ ഫ്യൂച്ചറിലേക്ക് ഒരു വർക്ക് വിസയ്ക്കൊക്കെ അത് ഉപകാരപ്പെടും. കെയർ ഹോമിലാണെങ്കിലും വർക്ക് വിസ കിട്ടാനൊക്കെ ആയിട്ട് അത് ഉപകാരപ്പെടാം. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും എളുപ്പം ജോലി കിട്ടാനുള്ള വഴികൾ ഇതൊക്കെയാണ്. അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. ബൈ ബൈ.